ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ് വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിം ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഷാഡോ പോലെയൊക്കെ തോന്നും. ഷാഡോ പോലെ തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഷൂട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൽ ഉദ്ദേശിച്ചുള്ള രണ്ട് ലൈറ്റ്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ടും രണ്ട് ലൈറ്റ് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിൽ നിന്ന് ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് കാണാൻ പറ്റുമെങ്കിലും അത് ഈ ടോയ് കാർ കാണാൻ പറ്റും എങ്കിലും ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊരു ലൈറ്റ് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ ആ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് കൂടെ കൊടുത്താലേ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ രണ്ട് ലൈറ്റ് വെച്ചിട്ടാണ് സെറ്റപ്പ്. അപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നത് സോണി M4 ക്യാമറയാണ്. ലെൻസ് 24-70 ലെൻസാണ്, f2 ലെൻസാണ് കേട്ടോ. അതിൻ്റെ മാസ്റ്റർ ലെൻസ് തന്നെയാണ്. പിന്നെ ഗോഡെക്സിൻ്റെ രണ്ട് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ കാണുന്ന ലൈറ്റാണ്. ഇതാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ ഇരിപ്പുണ്ട്, രണ്ട് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനും ഇത് വേറെ ഒരു പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് എടുക്കണമെന്ന് കുറേ ദിവസമായിട്ട് നല്ലൊരു ആശ. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിൽ അപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഷൂട്ടോട്ട് കിടക്കാം. ഒന്ന് സെറ്റ് ചെയ്യാണ്. പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ അപ്രോച്ചർ മാക്സിമം ക്യാമറ സ്ട്രെയിറ്റ് ആംഗിളിലോട്ട് വയ്ക്കാം. കാരണം മാക്സിമം താഴ്ത്തി അതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ കണക്കിന് തന്നെ വയ്ക്കണം. എങ്കിൽ നമ്മൾ എടുക്കുന്നതിൽ ഒരിതുള്ളൂ. ക്യാമറ സ്ട്രെയിറ്റ് ആംഗിളാണ്. നമ്മൾ ഇരുന്നിട്ട് നമ്മൾ നോക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആംഗിൾ, നമ്മൾ ഐ ആംഗിളിൽ തന്നെ ക്യാമറ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് മാത്രം കൊടുത്ത് നമുക്കൊരു ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഒരു ലൈറ്റ് മാത്രം കൊടുത്തിട്ട് അപ്പോഴെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വേറെ ലൈറ്റ്സ് ഒന്നും ഇവിടെ വേണ്ട, ആ ഒരൊറ്റ ലൈറ്റ് മാത്രം മതിയോ വേറെ ലൈറ്റ്സ്. കാരണം അതിൽ വേറെ ലൈറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഷാഡോസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ ലൈറ്റൊന്നും അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ പ്രോഡക്റ്റ് പുറത്തുനിന്ന്, അതായത് ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലൊരു ഷോട്ടാണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോറ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ. ഓക്കെ, അങ്ങനെ ഫോട്ടോയാണ് ഫസ്റ്റ്. ഈ അപ്രേച്ചർ കുറവായതുകൊണ്ട് ഇത് ഫുൾ ബ്ലറാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടു കാണും, അങ്ങനത്തെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഫോട്ടോ മാറ്റിയിട്ട് അപ്രോച്ചർ മാക്സിമം, അതായത് അപ്രോച്ചർ ഞാനിപ്പം ഒരു 7 വയ്ക്കാൻ വേണ്ടി 7.1 അപ്രോച്ചർ വെച്ചിട്ടുണ്ട്. ISO നമുക്കൊരു 300 അല്ലെ 400 500 ISO 500 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, ഏകദേശം നല്ല ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് കുറച്ചുകൂടെ താഴ്ത്തി വയ്ക്കുന്നത്, കാരണം അത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനത്തെ ഒരു ഫില്ലിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഒരു ടോയും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും. ആ ടോയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ടോയ് കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ടോയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഞാനിത് നോർമൽ കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കെൽവിൻ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഫുൾ കെൽവിൻ ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കെൽവിൻ എന്തായാലും എനിക്ക് ഒരു ഫുൾ കെൽവിൻ, എത്രത്തോളം കെൽവിൻ ഉണ്ടോ ഫുൾ കെൽവിൻ ഞാൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. 9900 മാക്സിമം കെൽവിൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത്. കാരണം എനിക്ക് നോർമൽ ലൈറ്റ് വേണ്ട, ബ്ലാക്ക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നോർമൽ ലൈറ്റ് വേണ്ട എന്നുള്ളതാണ്. ഞാനങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം അതിൽ ജസ്റ്റ് ഒരു ലൈറ്റും കാര്യങ്ങളും, ഞാനൊരു ലൈറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ തന്നെ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു ജസ്റ്റ് ചെറിയ ലൈറ്റും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആ ലൈറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അതിപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഇതുകൂടെ കാണണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു കെൽവിൻ കൂടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കെൽവിൻ ആഡ് ചെയ്തു. അപ്പോൾ ഞാനെടുത്ത്
ഇനി കുറച്ചുകൂടെ ലൈറ്റ് വേണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബേസിൽ തന്നെ ഒരു ലൈറ്റ് കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത് ആ കാറിൻ്റെ അടുത്ത ഡോറും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോക്കസ് ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ്. രണ്ട് സൈഡിലായിട്ട് രണ്ട് ലൈറ്റിംഗ് സെറ്റപ്പ് ഈ നമ്മുടെ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് അറേഞ്ച്, ബ്ലാക്ക് പ്രോഡക്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.